റൂൾ ബുക്കിൻ്റെ കാര്യം മാധു പറഞ്ഞുകൊണ്ട് ആ റൂൾ ബുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ചരിത്രം നാളിതുവരെ ഇതിനേക്കാൾ വലിയ പ്രകടനങ്ങൾ തെരുവിൽ വലിയ രീതിയിൽ കത്തിപ്പടർന്നിട്ടും ഹൈക്കമാൻഡോ കോൺഗ്രസോ അത്തരത്തിലുള്ള റൂൾ ബുക്ക് വയലേഷന് നിന്ന് കൊടുത്തിട്ടില്ല. അതിൻ്റെ കഥ നേരത്തെ പിയാസുൽ പറഞ്ഞു, നമ്മൾക്ക് ഇന്നലെയും പറഞ്ഞു. രാജസ്ഥാനിലാവട്ടെ, അത് മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പിൽക്കാലത്ത് BJP ക്യാമ്പിലേക്ക് ചേക്കേറിയ സംഖ്യയാവട്ടെ, ഇയാൾക്കൊന്നും നിന്നു കൊടുക്കാനുള്ള സൗകര്യം ഹൈക്കമാൻഡ് ഒരു കാലത്തും കാട്ടിയിട്ടില്ല. ആ റൂൾ ബുക്കിൻ്റെ അതേപടിയുള്ള ഒരു തീരുമാനം നാളെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാനിൽ കണ്ടതുപോലെയോ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പേരിൽ മധ്യപ്രദേശിൽ കണ്ടതുപോലെയോ എന്തിനേറെ ഈ DK ശിവകുമാറിന് വേണ്ടി കർണാടകയിൽ കണ്ടതുപോലെയുള്ള പ്രകടനമൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. 10ഓളം ഇടങ്ങളിൽ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നു, VD അനുകൂലികൾ ഇറങ്ങുന്നു, അവർ പ്രതിഷേധ പ്രകടനം നടത്തുന്നു, KCയുടെ ഫ്ലെക്സ് വലിച്ചു പറിച്ച് കളയുന്നു. അതിനോടൊപ്പം ചിലയിടങ്ങളിലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കൂടി വലിച്ചു കയറി കളഞ്ഞത് ഇന്നിപ്പോൾ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ വേദനയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ പ്രകടനങ്ങൾ നടക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കളിനിയമം പാലിക്കണം എന്നുള്ളതാണ്. ഈ ജനവികാരം എന്ന് പറയുന്നൊരു കാര്യം, എന്താണ് ഈ ജനവികാരം? അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നടന്നത് ജനവികാരത്തിൻ്റെ പ്രതിഫലനമല്ലേ? 102 MLA-മാർ കേരളത്തിൽ കോൺഗ്രസിനുണ്ടായത് ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണല്ലോ. ആ UDF-നുണ്ടായത് അതിൽ 63 MLA-മാർ ഇതേ കളിനിയമത്തിലൂടെ ഈ വെട്ടിമാറ്റപ്പെട്ട ലിസ്റ്റിലൂടെ ജനവികാരം മാനിച്ച് ജനഹിതം അറിഞ്ഞു വന്നവരാണ്. അവരുടെ തീരുമാനങ്ങൾക്ക് ഒരു വിലയില്ലേ? MLA-മാരാണല്ലോ അവരുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവിനെ തീരുമാനിക്കുക. പുറത്തു നിന്ന് എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുക? എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ജനഹിതമാണ്, ജനവികാരമാണ് എന്നൊക്കെ വലിയ പ്രഭാഷണം നടത്തുന്നവർ ഈ ജനഹിതവും ജനവികാരവും മനസ്സിലാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഭരണഘടനാപരമായ രീതിയിലുള്ള നടത്തിപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിലാണ് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? VS-ഉമായിട്ടാണ്. അതിനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അസംബന്ധം കിടക്കുന്നത്. VS-ഉമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് VDS-നെ ഇക്വേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഏത് സാഹചര്യത്തിലാണ്? അവിടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് MLA ആയിട്ട് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോഴാണ്. ഇത് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞതിനു ശേഷം VDS-ഉം RC-യും KC-യും എല്ലാ നേതാക്കൾക്കും തൃപ്തികരമായ പട്ടിക, അങ്ങനെയാണല്ലോ ഈ പട്ടികയായിട്ട് മത്സരത്തിനിറങ്ങുന്നത്. ഈ VD ഏതെങ്കിലും ഒരിടത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണോ എന്നല്ലല്ലോ പറഞ്ഞത്. KC തന്നെ തയ്യാറാക്കിയെന്ന് നിങ്ങൾ പറയുന്ന അതേ പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും വിജയിപ്പിക്കാനുള്ള നേതൃത്വം കൊടുത്ത ആളാണ് ഈ VDS. അല്ല, ഇനി തമാശയല്ല, ഈ ഓരോരുത്തരും പട്ടികയുമായിട്ട് പോയല്ലോ. അവിടെ തന്നെയല്ലേ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം? അവിടെ തന്നെയല്ലേ നേതാക്കളാണല്ലോ കൊണ്ടുപോകുന്നത്. ഈ VDS-ന് എന്താ പട്ടിക ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാ കൊച്ചിയിൽ അവസാനം ദീപ്തി മേരി വർഗീസ് മാറുന്നത്? ദീപ്തിക്ക് ആ സീറ്റ് നിഷേധിച്ചതിൽ നമ്മൾ തന്നെ ഇവിടെ നിന്ന് നീതി നിഷേധമാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആരാ ദീപ്തിക്ക് സീറ്റ് നിഷേധിച്ചത്? ഇതേ VD സതീശൻ്റെ ടീമല്ലേ? അവിടെ ഷിയാസിന് സീറ്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ? എന്ത് ഇക്വേഷൻസിലാണ് അവിടെ കൊണ്ടുവന്നത്? പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയാണ് സീറ്റുകൾ വെട്ടിയത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ എല്ലാ നേതാക്കന്മാരും മുൻപിലായിരുന്നു. അതിലേതെങ്കിലും ഒരു നേതാവിൻ്റെ മുകളിൽ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. ഈ കോൺഗ്രസ് വിജയിച്ച് കയറിയ 63 മണ്ഡലങ്ങളിലും ഈ KC ആണെങ്കിലും VD ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. അവർ വിജയിച്ചു വന്ന് CLP ലീഡറെ തീരുമാനിക്കുന്നു. അപ്പോൾ CLP ലീഡറെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല, KC തന്നെ നയിക്കണമെന്ന് ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെട്ടാൽ ഹൈക്കമാൻഡിനെ മറിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക? അതിനെതിരെ ഒരു പ്രതിഷേധം തെരുവുകളിൽ ഉണ്ടാകുന്നു. ആ തെരുവുകളിൽ നടക്കുന്ന പ്രതിഷേധം എങ്ങനെയാണ് PR വർക്ക് എന്ന രീതിയിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടത്? എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഫ്ലെക്സുകൾ അവിടെ വന്ന് നിറയുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഹൈക്കമാൻഡ് പ്രോസസ്സിലാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിനിടയിലാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ ഉദ്ദേശം? ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക. നിങ്ങൾക്കൊരു പാർട്ടിയുടെ തലപ്പത്തുള്ള ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഒരു കാര്യം നേടാൻ കഴിയുമെങ്കിൽ നാളെ ഈ ഗവൺമെൻറ് എടുക്കുന്ന ഏതു തീരുമാനത്തിനും ഇതേപോലെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാം. പിന്നെ ഈ സർക്കാർ കോൺഗ്രസ് സർക്കാരാണെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഹൈക്കമാൻഡിന് തീരുമാനം ഉണ്ടാവണ്ടേ? ഇത് ആദ്യമായിട്ടാണോ പാർട്ടിക്ക് പുറത്തുനിന്ന് MLA-മാരുടെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്? നമ്മൾ എത്ര തവണ പറഞ്ഞു, C.H. അച്യുതമേനോൻ 1969 വരുമ്പോൾ അന്ന് രാജ്യസഭാംഗമാണ് C.H. അച്യുതമേനോൻ. രാജ്യസഭാംഗമായ C.H. അച്യുതമേനോനാണ് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. എന്താ, അന്ന് M.N. ഗോവിന്ദൻ നായർ അടക്കമുള്ള നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതാ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടു. രണ്ടാമത് AK ആന്റണി വരുന്നു 95-ൽ, അന്നും രാജ്യസഭാംഗമാ AK ആന്റണി. മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ കേരളത്തിൽ ഉമ്മൻചാണ്ടി പത്മനാഭനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? ആ രാഷ്ട്രീയ അവസ്ഥയിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ദാ വരുന്നു KC വേണുഗോപാലിനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഞാൻ മാധു പറഞ്ഞ ഒരു ഭാഗത്തോട് യോജിക്കുന്നു. കാരണം എന്താ, അവിടെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഓർഗനൈസിംഗ് സെക്രട്ടറി പദവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ് അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു ദീർഘകാലമായി ഓർഗനൈസിംഗ് സെക്രട്ടറിയിൽ ഇരുന്ന് കോൺഗ്രസിനെ മാന്യമായ ഒരു നിലയിലേക്ക് എത്തിച്ച്
ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ടീമിന്റെ ഭാഗമായ KC വേണുഗോപാലിന് അർഹിക്കപ്പെട്ട സ്ഥാനം കൊടുത്ത് നാട്ടിലേക്ക് മടക്കുന്നു. ആ വാദത്തെ ഞാൻ ഭാഗികമായി ശരിവയ്ക്കുന്നു. കാര്യം അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. പക്ഷേ അവിടെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ MLA പിന്തുണയ്ക്കണം. കേരളത്തിലെ MLA പിന്തുണച്ചില്ലെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിൽ വരൂല. കേരളത്തിൽ MLA പിന്തുണയ്ക്കുമ്പോൾ പറയുന്നു ആ MLA KC നിർത്തിയതാണല്ലോ എന്ന് പറയുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ ഈ ജനവിധിയോടുള്ള അവഹേളനം? അതല്ലേ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനം? അതല്ലേ MLA അവഹേളനം? ഈ MLA വിചാരിച്ചാൽ അവരുടെ മണ്ഡലത്തിൽ ഇന്നിപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്താൻ പറ്റൂലേ? കേരളത്തിലെ DCCയുടെ പ്രസിഡന്റുമാർ വിചാരിച്ച അതാത് DCകളിൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധം നടക്കൂലേ? ഈ കേരള കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ KCയുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പ്രകടനം പോലെ ആയിരിക്കും ആ പ്രകടനം ഉണ്ടാവുക? ആ പ്രകടനം ഏത് വഴിക്ക് എവിടെ പോയി നിൽക്കും? ഇപ്പോഴും KC ആ അർത്ഥത്തിൽ KCയുടെ ഗ്രൂപ്പ് സമീപനം പാലിക്കുന്നില്ലേ? എവിടെയെങ്കിലും ആ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പന്തം കൊളുത്തി പ്രകടനവുമായിട്ട് വരുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലുള്ള പ്രകടനങ്ങളല്ലാതെ അതൊരു മിനിമം കോമൺ സെൻസ് ആണ്. ഇതിപ്പോൾ VD സതീശനെതിരായിട്ട് വരികയല്ലേ? നാളെ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വരാൻ പോകുന്ന റിപ്പോർട്ടിൽ ഈ ഡിസിപ്ലിനറി വിഷയമല്ലേ മുൻപിൽ വരിക? ഹൈക്കമാൻഡിനെതിരെ ഹൈക്കമാൻഡിന് സമ്മർദ്ദം ശക്തമാക്കത്തക്ക രീതിയിൽ ഒരു വിഭാഗം VDക്കായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് ഹൈക്കമാൻഡ് കാണുന്നത് ജനവികാരമായിട്ടല്ല. പാർട്ടിയെടുത്ത തീരുമാനത്തെ, ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഇടയ്ക്ക് വെച്ച് അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമായിട്ടാണ്. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എന്താ? നിരീക്ഷകർ വരട്ടെ, CLPയിലെ അംഗങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ, അതിനുശേഷം ഒരു തീരുമാനമെടുക്കാം. ഇതാണ് ക്ലിയർ റൂൾ ബുക്ക്. ആ റൂൾ ബുക്ക് പാലിച്ച് നാളെയാണ് തീരുമാനം വരിക. ആ തീരുമാനം വരുമ്പോഴാണ് നിങ്ങൾ അറിയുക നാളെ വരുന്നത്. ഇപ്പോൾ തീരുമാനം VD ആയിരുന്നുവെങ്കിലോ? ഇനി അതല്ല, ഈ നടത്തിയ പ്രകടനങ്ങൾ കൊണ്ട് എന്താ ഫലം? KCയുടേതാണ് എന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു? ആദ്യം ഇവിടെ പ്രസ്താവന ഇറക്കിയതാരാ? മുസ്ലിം ലീഗല്ലേ? ആദ്യം ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ഘടകകക്ഷി മുസ്ലിം ലീഗല്ലേ? അതിനുശേഷമല്ലേ KCക്ക് വേണ്ടി പോലും ആളുകൾ സംസാരിച്ചു തുടങ്ങിയുള്ളൂ. നൗഷാദ് അലി സംസാരിച്ചില്ലേ? നമ്മൾ കണ്ടതല്ലേ? കൊച്ചിയിൽ നിന്നല്ലേ ഇതിൻ്റെ തുടക്കം? ഇതാദ്യമാല കൊച്ചിയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ തുടക്കം? അവിടെ നിന്നല്ലേ ഈ റൂൾ ബുക്കിൻ്റെ വയലേഷൻ ഉണ്ടാവുന്നത്. അവിടെ മുതൽ ഇതുവരെ ഏതെങ്കിലും ഒരു നിമിഷം KCയുടെ പക്ഷം ആ അർത്ഥത്തിൽ പ്രകടമായി റൂൾ വയലേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പൊതുജനവികാരം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിൻ്റെ പന്തം കൊളുത്തി പ്രകടനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉത്തരവാദിത്വപ്പെട്ട നാളെ ഈ സർക്കാരിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ കേരള ജനത വിധിച്ചിരിക്കുന്ന മനുഷ്യരാണ്. നാളെ നിയമസഭയിലേക്ക് പോകേണ്ടവരാണ്. ആ MLA തീരുമാനത്തെ തള്ളിപ്പറയാൻ ഞാനാളല്ല. അവർ ഒരു സർക്കാരിനെ പിടിച്ചു താഴെയിട്ട് പുതിയ സർക്കാർ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന നേതാക്കളാണ്. അതിൽ KPCC പ്രസിഡന്റ് ഉണ്ട്, സണ്ണി ജോസഫ്. കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ തീരുമാനമാണ്. KPCC പ്രസിഡന്റിന്റെ ടേക്കാണ്. ഫസ്റ്റ് പ്രിഫറൻസ് KC ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുന്നു KC മതി മുഖ്യമന്ത്രിയാവാനെന്ന്. അപ്പോൾ അതിന് കാരണം ഉണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്ന് നന്നായി ഈ പാർട്ടിയെ സേവിച്ചു, നന്നായി നിങ്ങൾ മികച്ച പ്രകടനം നടത്തി. പക്ഷേ മുഖ്യമന്ത്രിയായി കുറച്ചുകൂടി മറ്റു മാനദണ്ഡങ്ങളും കുറച്ചുകൂടി മറ്റ് സവിശേഷതകളുമുള്ള ഒരു നേതാവിനെ വേണമെന്ന് KPCC പ്രസിഡന്റ് ആഗ്രഹിക്കുന്നു, സന്ദീപ് വാര്യർ ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റ് ആ പ്രൊഫൈലിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനമല്ല. അദ്ദേഹത്തിന് മറ്റ് ഈ പറയുന്ന 63 MLA അഭിപ്രായത്തിന് തുല്യമായ അഭിപ്രായമേ അതിലുള്ളൂ. അല്ലാതെ KPCC പ്രസിഡന്റിന് ഈ പറയുന്ന അഭിപ്രായത്തിൽ പ്രത്യേക വെയിറ്റേജ് ഒന്നും വേണ്ട. പക്ഷേ KPCC പ്രസിഡന്റായി നിൽക്കുന്ന സണ്ണി ജോസഫ്, ഹൈക്കമാൻഡ് നോക്കുമ്പോൾ വെയിറ്റേജ് ഉണ്ട്. ഹൈക്കമാൻഡ് എന്ന് വിളിക്കരുത്. എന്താ വ്യക്തിപരമായി നോക്കാൻ നിൽക്കുന്നതിന് അങ്ങനെ ഹൈക്കമാൻഡ് KPCC അധ്യക്ഷന് ഈ 63 MLA-മാരിൽ ഒരു MLA-യുടെ അഭിപ്രായത്തിന് തുല്യമായ അഭിപ്രായമേ ഉള്ളൂ. ശരി, ഇനി KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വ്യത്യസ്തമായ അഭിപ്രായം വരുമോ? അത് ചോദിച്ചാൽ, അത് പ്രത്യേകം ചോദിച്ചാൽ. അല്ല, ഈ പട്ടികയാണല്ലോ ഇപ്പൊ പുറത്തു വന്നത്. ആ പട്ടികയിൽ KC എന്ന് എഴുതിയിരിക്കുന്ന ഈ മറ്റുള്ളവരുടെ അതേ വെയിറ്റേജ് അദ്ദേഹത്തിനുള്ളൂ. KPCC അധ്യക്ഷനോ UDF കൺവീനറിനോ ലീഗിനോ മറ്റുള്ളവരുടെ അഭിപ്രായം പ്രത്യേകം തേടുന്നിടത്തുണ്ടാകും. ആയിക്കോട്ടെ, KPCC പ്രസിഡന്റ് ബ്ലാങ്ക് വിടായിരുന്നല്ലോ, വിട്ടില്ലല്ലോ. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ന്യൂട്രലായിട്ട് അഭിപ്രായം പറഞ്ഞു. അപ്പൊ പിന്നെ താങ്കളും പറയുന്നത് ആ കടലാസ് ശരിയല്ലെന്നാണ്? അല്ല, അങ്ങനെ പറഞ്ഞ KPCC അധ്യക്ഷൻ അതാണ് ഞാൻ പറഞ്ഞ KPCC അധ്യക്ഷൻ. അത് തന്നെ ഞാൻ പറയുന്നത്. നമ്മുടെ മുന്നിൽ KPCC അധ്യക്ഷൻ തന്നെ KC എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക? KPCC പ്രസിഡന്റ് തീരുമാനം, KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് KC ആണ്. ഇനി KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ തീരുമാനം നിൽക്കുന്ന ഏകദേശം 45 പേരുണ്ടെന്ന് KC പക്ഷം പറയുന്ന, അല്ലെങ്കിൽ 44 പേരുണ്ട്, പോട്ടെ 40 പേരുണ്ടെന്ന് പറയുന്ന, 63 40 ആണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലോ ആ 40 പേരിലധികം പിന്തുണയുള്ള KC മുഖ്യമന്ത്രിയായിട്ട് വരണമോ? അതല്ല, KPCC പ്രസിഡന്റും ഭൂരിപക്ഷം CLP അംഗങ്ങളും പരിഗണിക്കാത്ത മറ്റൊരാൾ ഘടകകക്ഷികളുടെ താല്പര്യമനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ CLP നേതാവായിട്ട് വരണോ? ഇതാണ് ഒറ്റ ചോദ്യം. കോൺഗ്രസ് പാർട്ടിയുടെ CLP ലീഡറെ തീരുമാനിക്കേണ്ടത് അതിന് കോൺഗ്രസ് പാർട്ടിയുടേതെന്നല്ല, CPM-ൻ്റെതാണെങ്കിലും CPI-യുടേതാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെതാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെതാണെങ്കിലും അത് ആ പാർട്ടിക്കുള്ളിലുള്ള MLA-മാരാണ് തീരുമാനിക്കുക. വൺസ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ CLP ആയി കഴിഞ്ഞു. അത് പിന്നീട്
ആ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കാണ്. ആ അവകാശം ആ പാർട്ടിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിനു മുമ്പാണ് വന്ന് ഒരു ഘടകകക്ഷി അഭിപ്രായം പറയുന്നത്. അത് ശരിയല്ല. അതാണ് മാത്യു കുൽനാടൻ പറഞ്ഞത്. മാത്യു കുൽനാടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അയാൾ ഒരു കോൺഗ്രസ്സുകാരനാവില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അയാൾ പറഞ്ഞത് അയാളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അയാളുടെ പാർട്ടിയിലെ CLP നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആ പാർട്ടിയിലെ നേതാക്കൾക്കുണ്ട് എന്ന് കരുതി തന്നെയാണ് പറഞ്ഞത്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ 2-3 സാധ്യതകളുണ്ട്. ഒന്നുകിൽ നാളെ ഈ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ മനസ്സിലാക്കി ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത. നമ്പർ 1 വരാം, തീർന്നില്ല. നമ്പർ 2, KC വേണുഗോപാലിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ജനവികാരം എന്ന് പറയുന്ന പ്രതിഷേധങ്ങൾ കണക്കിലാക്കിക്കൊണ്ട് ഇനി ഒരു കോംപ്രമൈസിങ് സാധ്യത എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല നിലവിലുള്ള സാഹചര്യത്തിൽ. പക്ഷേ അതിന് KC വേണുഗോപാൽ പിന്മാറണം. അതല്ലാതെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ കഴിയില്ല. കാര്യം ഹൈക്കമാൻഡ് CLPയുടെ കൊടുത്തിരിക്കുന്ന ഈ ഒബ്സർവേഴ്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഭൂരിപക്ഷം MLA-മാരും പിന്തുണയ്ക്കുന്നയാൾ എന്ന പ്രഥമ പരിഗണന അത് KCക്കാണെങ്കിൽ KCക്ക് മാത്രമേ അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയൂ. KC നാളെ തീരുമാനിക്കുകയാണ് ഞാൻ ഈ മത്സരത്തിലില്ല എന്ന് KC തീരുമാനിച്ചാൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്കാണ് ആ പേര് വരിക. കാര്യം കൂടുതൽ CLP അംഗങ്ങളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് ശരിയെങ്കിൽ. അതല്ല VD-ക്കാണ് ശരിയെങ്കിലും VD-ക്കെതിരെ നെഗറ്റീവ് മാർക്സ് വന്നു കഴിഞ്ഞു. എന്താണ് VD-ക്കെതിരെയുള്ള നെഗറ്റീവ് മാർക്സ്? ഇപ്പോൾ തെരുവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, ഇപ്പോൾ തെരുവിൽ നടക്കുന്ന പ്രകടനങ്ങൾ, ഈ ഹൈക്കമാൻഡിൻ്റെ പ്രോസസ്സിനെതിരായിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഇപ്പോൾ VD-ക്കെതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് മാർക്കായിട്ട് വന്നു കഴിഞ്ഞു. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്കാണ്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇതിനും അപ്പുറത്തേക്ക് ഒരു എക്സെപ്ഷണൽ സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കി, ഈ പറയുന്ന വളരെ സങ്കീർണമാണെന്ന് മനസ്സിലാക്കി VD സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കേരളത്തിൽ ഇതിനു മുമ്പ് അതിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എങ്ങനെയാണ് പട്ടം താണുപിള്ളയും ശങ്കറും അവരവരുടെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്നത്. സമാനമായ അവസ്ഥയിലേക്ക് വരാൻ കഴിയുമോ? പക്ഷേ അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയത്തെ അങ്ങേറ്റം സങ്കീർണമാക്കും. തുടക്കം മുതൽ തന്നെ കോമ്പറ്റിറ്റീവായ താല്പര്യങ്ങളുള്ള, കോൺഫ്ലിക്റ്റിംഗ് താല്പര്യങ്ങളുള്ള 2 നേതാക്കൾ പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പദവിയിൽ വരുന്നത് വലിയ രീതിയിൽ ഭരണത്തെയൊക്കെ സങ്കീർണമാക്കും എന്നുള്ളത് കൊണ്ട് തൽക്കാലം അത് ചെയ്യാനുള്ള സാധ്യതയില്ല. മാധു എന്തോ പറയാം? എനിക്ക് അതിലൊരു കൗതുകവും ഒരു രാഷ്ട്രീയ അഭിപ്രായവും പറയാനുണ്ട്. അതിൽ കൗതുകം ആദ്യം പറയാം. അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. അതായത് ഒന്നുകിൽ KC കഴിഞ്ഞാൽ സമവായ സ്ഥാനാർത്ഥിയായി ചെന്നിത്തല വരാനാണ് സാധ്യത എന്ന്. ഇന്ന് അവിടെ ഫ്ലെക്സ് കീറിയപ്പോഴേ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ഇങ്ങനെ കീറി കളഞ്ഞപ്പോൾ അതിന്റെ താഴെ ഇരിക്കുന്നു ചെന്നിത്തലയുടെ ഫ്ലെക്സ്. പറയാൻ വന്നതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ അതും കൂടി ഇല്ല, കീറിയില്ല. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയാൻ നിന്ന് അതിന്റെ ഇടയ്ക്ക് കയറി ഗോൾ അടിക്കാന്ന് പറയുന്ന ചിലർ അവകാശം പോലെ കൊണ്ടാടുകയാണ്. അത് കഴിഞ്ഞല്ലോ, നശിപ്പിച്ചല്ലോ. ഓക്കെ, ഇനിയിപ്പോ ഞാനത് പറയുന്നില്ല. ഇനി അതിനുള്ള രാഷ്ട്രീയ അഭിപ്രായം ഞാൻ അത് പറഞ്ഞു നശിപ്പിച്ചല്ലോ. ഇനി അതിൽ കൗതുകം അവശേഷിക്കുന്നില്ല. ഒരു കൗതുകമുള്ളത് അതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. പക്ഷെ അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു ടാസ്ക്കാണ്. അല്ല, പറയാൻ സമ്മതിച്ചോ? അതിന്റെ കൗതുകം എന്താണെന്ന് പറയാൻ സമ്മതിച്ചോ? നിങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായം കേൾക്കണ്ട, നിങ്ങൾക്ക് കൗതുകം കേൾക്കണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കണം. നാട്ടക്കട്ടെ. അല്ല, വിജയിക്കണമെങ്കിൽ കേൾവിക്കാരനുണ്ടായിരുന്നു. തമാശ മനസ്സിലാക്കാനുള്ള മിനിമം ക്വാളിറ്റി ഉള്ള കേൾവിക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഒരു തമാശ. എന്റെ തെറ്റാ, ഞാൻ വേദി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഇനി എനിക്കതിലൊരു അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ എനിക്കതിലൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLA-മാർക്കിടയിൽ ഈ അഭിപ്രായം തേടുന്നത് എന്തിനാണ്? നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പുത്തരിക്കണ്ട മൈതാനത്തിൽ വിളിച്ച അപ്പോൾ KPCC അധ്യക്ഷന് വെയിറ്റേജ് കൂടുതലുള്ള അഭിപ്രായം പറയാം, DCC സെക്രട്ടറിമാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള അഭിപ്രായം പറയാം, ഇങ്ങനെയൊക്കെ പറയാം. MLA-മാർക്കിടയിൽ ചോദിക്കുന്നത് നിങ്ങളിൽ ആരു നേതാവ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് നിങ്ങളിലില്ലാത്ത ഒരാൾ വരാം കേട്ടോ. വരണമെങ്കിൽ അവിടെ എനിക്കൊരു താല്പര്യമുണ്ടെന്ന് നേരത്തെ ഫീഡ് ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ. അത്രയും പറയാൻ ആഗ്രഹിച്ചു. എന്തൊരു ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. നിയമസഭാ കക്ഷി നേതാവായിട്ട് നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്ന് അറിയാനല്ല വരുന്നത്. MLA-മാരുടെ പ്രിഫറൻസ് ആണ് അവിടെ ചോദിക്കുക. അതെന്താ കാരണം? ഭരണഘടനാപരമായി നിങ്ങൾക്ക് 6 മാസം വരെ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പോലും നിയമസഭയിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ടോ മന്ത്രിസ്ഥാനത്തോ ഇരിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധമായിട്ട് ചോദ്യം ചോദിക്കാനൊന്നും ഒരു പാർട്ടിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിന്റേതല്ലാതെ അവിടെ ഒരു MPയുടെയും പേര് പറഞ്ഞിട്ടില്ല. മറ്റാർക്കും താല്പര്യമില്ലെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ താല്പര്യമുള്ള ഒരാൾ അവിടെ ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് പൊതുവായിട്ട് ഈ പറയുന്ന 10-45 പേർക്ക് നിങ്ങളുടെ അവകാശബോധം അനുസരിച്ച് നിങ്ങളുടെ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരാളുടെ പേര് പറയണമെങ്കിൽ അവിടെ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഒരാൾ പറയണം. അല്ലല്ല, അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് താല്പര്യമുണ്ട് മുഖ്യമന്ത്രിയാവാൻ എന്നല്ല ചോദിക്കുന്നത്. പകരം ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എല്ലാ പാർലമെന്ററി ജനാധിപത്യത്തിലും നിയമസഭാ കക്ഷി യോഗത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് അവരുടെ മനസ്സറിയുക എന്നുള്ളതാണ്.
അവരുടെ മനസ്സറിയുമ്പോൾ ഇതിനുള്ളിൽ ആര് എന്നുള്ളതല്ല. അരുൺ സാറേ, വേറൊരാളുടെ പേര് വരാത്ത എന്താ? എന്താണ് ഞാൻ എന്താ വരാത്തത്? എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അല്ല, നമ്മളെ പറഞ്ഞത് അങ്ങനെ വരാത്തതിന്റെ കാര്യം മറ്റൊരാളെ പറ്റി അവിടെ ഇൻഫർമേഷൻ ഇല്ല, ഇൻഫോംഡ് അല്ല. ഇൻഫോംഡ് ആയ രണ്ടുപേരെ പേരുണ്ടല്ലോ, അതെന്താ വരാത്തെ? എന്താ വീഡിയോയുടെ പേര് ഇൻഫോംഡ് ആയ രണ്ടുപേരുണ്ടല്ലോ, വി ഡി സതീശനും ചെന്നിത്തല അതെന്താ വരാത്തെ? നിയമസഭ അതെ, അതിനകത്തുണ്ടല്ലോ, അതെന്താ വരാത്തെ? പേര് അവിടെ വരണം. അല്ല, അതെന്താ വരാത്തെ? എന്താ അതെന്താ വരാത്തെ? അല്ല, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം MLA-മാരുണ്ടല്ലോ, ഇല്ലാത്ത ഒരാൾ വരണമെങ്കിൽ, അതും നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ 45 പേര് ഒരേ മനസ്സോടുകൂടി ഈ നാട്ടിൽ 19 MP-മാരുണ്ടായിട്ട് വേറെ ഒരാളുടെയും പേര് പറയാതെ ഇദ്ദേഹത്തിന്റെ പേര് മാത്രം കൊത്തിവെച്ചതുപോലെ പറയണമെങ്കിൽ അവിടെ അവർ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളത് സാമാന്യ ബുദ്ധി. പറയേണ്ട കാര്യം ഒരു ആശങ്കയും ഇല്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അവർ കരുതുന്ന ഒരു നേതാവ് നിലവിൽ കേരളത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ളത് KC ആണെന്ന് അവർ കരുതുന്നു. സിമ്പിൾ. അതിന് അവരുടെ ഭൂരിപക്ഷ പിന്തുണ കിട്ടുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇതൊന്നും പ്രശ്നമാവില്ലല്ലോ. BDക്ക് എന്തുകൊണ്ടാണ് CLP അംഗങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയാതെ പോയത്? അങ്ങനെ VDക്ക് CLP അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമേ ഉദിക്കില്ലല്ലോ. അതിന് നിങ്ങൾ ആരും ഒരു മറുപടി തരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെട്ടിനിരത്തിയ ലിസ്റ്റുമാണ്. ഈ ലിസ്റ്റ് VD സതീശൻ അംഗീകരിച്ച ലിസ്റ്റ് അല്ലേ? ഈ ലിസ്റ്റ് രമേശ് ചെന്നിത്തല അംഗീകരിച്ച ലിസ്റ്റ് അല്ലേ? VD സതീശൻ മാത്രം അംഗീകരിച്ച് പ്രഖ്യാപിക്കാനാണെങ്കിൽ ഡൽഹി ചർച്ചയുടെ ആവശ്യം. അപ്പൊ അതാണ് പാർട്ടി എന്ന് പറയുന്നത്. VD സതീശന്റെ പാർട്ടി മാത്രമല്ല, ഇത് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളുടെയും പാർട്ടിയാണ്. അതിനകത്തെ നേരത്തെ മാധു പറഞ്ഞില്ല, കൗതുകത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടപ്പോൾ മാധു പരിഹസിച്ചല്ലോ. അതായത് അതിനിടയ്ക്ക് ഇടപെടുന്നത് വലിയ നല്ല കാര്യം. അപ്പൊ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പരിഹാസം. പറയട്ടെ, അതായത് ഈ KC വേണുഗോപാലിന്റെ ചിത്രം കീറിയ ശേഷം താഴെ രമേശ് ചെന്നിത്തലയുടെ ചിത്രം വന്നു. അത് കീറിയെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അതിന്റെ മേളിൽ കൊണ്ടുപോയി VD സതീശന്റെ 2 പ്ലക്കാർഡുകളൊക്കെ വെച്ച് ആളുകൾ നിൽക്കുന്നതിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ. Meet the editors.